നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വാങ്ങലും മോസ്കോയുമായുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങളും യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ചർച്ചകളെ തടസ്സപ്പെടുത്തിയേക്കാമെന്ന് യൂറോപ്യൻ യൂണിയൻ. ലണ്ടൻ സന്ദർശനത്തിനിടെ നടക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ഓസ്ട്രേലിയൻ ചാനലായ ABC വിലക്കി. ബുധനാഴ്ച യുഎസിലെ ജനപ്രിയ ജിമ്മി കിമ്മൽ ലൈവ് ടോക്ക് ഷോയുടെ സംരക്ഷണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ABC തീരുമാനിച്ചിരുന്നു. അടിസ്ഥാന പലിശ നിരക്ക് 0.5% വെട്ടിക്കുറച്ച് US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ്. യുഎസിൽ വാഹന, വ്യക്തിഗത വിദ്യാഭ്യാസ വായ്പാ പലിശയും ക്രെഡിറ്റ് കാർഡ് പലിശയും കുറയ്ക്കാൻ തീരുമാനം വഴിയൊരുക്കും. കാനഡയിൽ ഇന്ത്യക്കാരടക്കം താൽക്കാലിക താമസക്കാരുടെ എണ്ണം കൂട്ടത്തോടെ വെട്ടിനിരത്തുമെന്ന ഭീഷണിയുമായി പ്രധാനമന്ത്രി മാർക്ക് കാർണി. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ റഷ്യൻ എണ്ണ വാങ്ങലും മോസ്കോയുമായുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങളും യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ചർച്ചകളെ തടസ്സപ്പെടുത്തിയേക്കാമെന്ന് നിലപാടെടുത്ത് യൂറോപ്യൻ യൂണിയൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന താരിഫ് സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ അന്തിമമാക്കാനും പ്രതിരോധം പോലുള്ള മേഖലകളിൽ ബന്ധം ശക്തിപ്പെടുത്തുവാനും യൂറോപ്യൻ യൂണിയൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ മുന്നറിയിപ്പ്. റഷ്യയുമായി ചേർന്ന് സൈനിക അഭ്യാസങ്ങളിൽ പങ്കെടുക്കുക, എണ്ണ വാങ്ങുക തുടങ്ങിയവയിലൂടെ ഇന്ത്യ മോസ്കോയുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നത് യൂറോപ്പുമായുള്ള ഭാവി സഹകരണത്തിന് തടസ്സങ്ങളാണെന്നും യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി കാജ കലാസ് ബ്രസൽസിൽ പറഞ്ഞു. ന്യൂഡൽഹി റഷ്യയിൽ നിന്നും പൂർണ്ണമായും വേർപിരിയുമെന്നും യൂറോപ്യൻ യൂണിയൻ പ്രതീക്ഷിക്കുന്നില്ല എന്നും കലാസ് വ്യക്തമാക്കി. ആത്യന്തികമായി ഇന്ത്യ യൂറോപ്പിൽ യൂണിയൻ പങ്കാളിത്തം വ്യാപാരത്തെക്കുറിച്ച് മാത്രമല്ല, നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര ക്രമത്തെ പ്രതിരോധിക്കുന്നതിനെ കുറിച്ച് കൂടിയാണ്. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്തിയാൽ ലക്ഷ്യമിട്ടുള്ള പുതിയ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ അജണ്ട അനാച്ഛാദനം ചെയ്തുകൊണ്ട് കാജ കല്ലാസ് പറഞ്ഞു. ചരിത്രപരമായ രണ്ടാമത്തെ ലണ്ടൻ സന്ദർശന വേളയിൽ തനിക്കു നൽകിയ വരവേൽപ്പ് തനിക്ക് രാജകുടുംബം നൽകിയ ബഹുമതി എന്ന് വിശേഷിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ് യുഎസും ബ്രിട്ടനും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തെയും പ്രശംസിച്ചു. ബുധനാഴ്ച ട്രംപ്, മെലാനിയും, ചാൾസ് രാജാവ്, കാമില രാജ്ഞി, മറ്റ് രാജകീയ അംഗങ്ങളും വിശിഷ്ട വ്യക്തികളും എന്നിവരോടൊപ്പം ഒരു രഥഘോഷയാത്രയിൽ പങ്കെടുത്തു. പിന്നീട് ട്രംപ് ദമ്പതികൾ യുഎസുമായി ബന്ധപ്പെട്ട രാജകീയ ശേഖരത്തിൽ നിന്നുള്ള ചരിത്ര വസ്തുക്കളും വീക്ഷിച്ചു. തുടർന്ന് 2019 ട്രംപിന്റെ ആദ്യ സംസ്ഥാന സന്ദർശനത്തിന് ആതിഥ്യം വഹിച്ച എലിസബത്ത് രാജ്ഞിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ സെന്റ് ജോർജ് ചാപ്പൽ സന്ദർശിച്ച് ശവകുടീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. വ്യാഴാഴ്ച UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ട്രംപിനെ തന്റെ ചെക്കേഴ്സ് കൺട്രി വസതിയിൽ സ്വീകരിച്ചു. UK-US വ്യാപാര ചർച്ചകളാണ് ട്രംപും സ്റ്റാമറും തമ്മിൽ പ്രധാനമായി നടന്നത്. ഇനി യൂറോപ്പ് വാർത്തകളിലേക്ക്. ഓസ്ട്രേലിയൻ ചാനലായ ABCക്ക് വിലക്ക്. ലണ്ടൻ സന്ദർശനത്തിനിടെ നടക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ഓസ്ട്രേലിയൻ ചാനലായ ABCയെ വിലക്കി. ABCയുടെ അമേരിക്കാസ് എഡിറ്റർ ജോൺ ലിയോൺസും പ്രസിഡന്റും തമ്മിൽ വാഷിംഗ്ടൺ DC-യിൽ വെച്ച് നടന്ന തർക്കങ്ങളെ തുടർന്നാണിത്. ലോജിസ്റ്റിക് കാരണങ്ങളാൽ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള അംഗീകാരം പിൻവലിച്ചതായി ഡൌണിംഗ് സ്ട്രീറ്റ് തങ്ങളുടെ ലണ്ടൻ ബ്യൂറോയെ അറിയിച്ചതായി ഓസ്ട്രേലിയൻ ചാനൽ വ്യക്തമാക്കി. ഈ ആഴ്ച ലണ്ടനടുത്ത് നടക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നെന്നും ABC വിലക്കിയിട്ടുണ്ട്. ABCയുടെ അമേരിക്കാസ് എഡിറ്റർ ജോൺ ലിയോൺസും പ്രസിഡന്റും തമ്മിൽ വാഷിംഗ്ടൺ DC-യിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് ഇടപാടുകളെ ചൊല്ലിയുണ്ടായ സംഘർഷത്തെ തുടർന്നാണിത്. ലോജിസ്റ്റിക് കാരണങ്ങളാൽ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുവാനുള്ള അംഗീകാരം പിൻവലിക്കൽ ഈ ആഴ്ച ആദ്യം ABC അമേരിക്കാസ് എഡിറ്റർ ജോൺ ലിയോൺസും പ്രസിഡന്റ് ട്രംപിനോട് ചോദിച്ച ചോദ്യങ്ങളുമായി ഇതിന് ബന്ധമുണ്ടെന്നും ഞങ്ങൾക്ക് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഫോർ കോർണേഴ്സിനായി റിപ്പോർട്ട് ചെയ്യുന്ന ലിയോണിസ് ജനുവരിയിൽ രണ്ടാം തവണ ഓവൽ ഓഫീസിലേക്ക് മടങ്ങിയതിനു ശേഷം ട്രംപ് എത്രത്തോളം സമ്പന്നനായി എന്ന് ചൊവ്വാഴ്ച ചോദിച്ചതാണ് ട്രംപിന്റെ രോക്ഷത്തിന് കാരണം. ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റിപ്പോർട്ടർ ഓസ്ട്രേലിയയെ വേദനിപ്പിച്ചു എന്നും ട്രംപ് ആരോപിച്ചു. ബാങ്കിംഗ് ഓഫ് ഇംഗ്ലണ്ട്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഈ ബാങ്കിനുള്ളിലെ സംവിധാനങ്ങൾ കാണുവാനുള്ള സൗകര്യമൊരുക്കി ബാങ്കിന്റെ മ്യൂസിയം. ബ്രിട്ടനെ സംബന്ധിച്ച സുപ്രധാന സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്ന ത്രെഡ് നീഡിലെ സ്ട്രീറ്റിലെ ബാങ്ക് ആസ്ഥാനത്തെ ഭൂഗർഭ അറയിൽ 4 ലക്ഷം സ്വർണ്ണ ബാറുകൾ സൂക്ഷിക്കുന്ന കെട്ടിടത്തിനകം നേരിട്ടു കാണുവാൻ ഉള്ള അവസരമാണ് ഒരുങ്ങുന്നത്. ബ്രിട്ടനിലെ ഏറ്റവും വലിയ സുരക്ഷ ഒരുക്കിയ ഇടമാണിത്. പാർക്കിംഗ് ഫൈനിൽ വർധനവ്.
പ്രൈവറ്റ് പാർക്കിംഗ് കമ്പനികൾ നൽകുന്ന പാർക്കിംഗ് ഫൈനിൽ 24% വർധനവ് ഉണ്ടായിരിക്കുന്നതായാണ് ഏറ്റവും പുതിയ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ വർഷം ഏപ്രിലിനും ജൂണിനും ഇടയിലായി സ്വകാര്യ പാർക്കിംഗ് കമ്പനികൾ 4.3 മില്യൺ പൗണ്ടിന്റെ പാർക്കിംഗ് ടിക്കറ്റുകൾ നൽകിയതായാണ് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2024 ഇതേ കാലയളവിൽ കമ്പനികൾ നൽകിയത് 3.5 മില്യൺ പൗണ്ടിന്റെ ടിക്കറ്റുകൾ മാത്രമായിരുന്നു. പ്രതിദിനം ശരാശരി 48,000 പിഴ നോട്ടീസുകളാണ് അയച്ചിരിക്കുന്നത്. വാഹന ഉടമകളോടുള്ള പെരുമാറ്റത്തിനും വായ്പാ കളക്ഷൻ രീതി സ്വീകരിക്കുന്നതിനും അമിത പിഴ ഈടാക്കുന്നതിനുമൊക്കെ സ്വകാര്യ പാർക്കിംഗ് കമ്പനികൾ അടുത്തിടെ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ പേയിങ് മെഷീനുകളുടെ പ്രവർത്തനത്തിൽ പോലും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ലണ്ടൻ ഹൈക്കോടതിയുടെ താൽക്കാലിക സ്റ്റേ. ഫ്രാൻസുമായി ബ്രിട്ടൻ അടുത്തിടെ ഉണ്ടാക്കിയ 1 in 1 ഔട്ട് കരാർ പ്രകാരം കള്ളബോട്ടിൽ അനധികൃതമായി എത്തിയ അഭയാർത്ഥികളെ ഫ്രാൻസിലേക്ക് തിരിച്ചയക്കുന്ന നടപടിക്ക് ലണ്ടൻ ഹൈക്കോടതിയുടെ താൽക്കാലിക സ്റ്റേ. ഈ പദ്ധതി പ്രകാരം നാടുകടത്തലിരുന്ന ഒരു എരിത്രിയൻ പൗരൻ നൽകിയ പരാതിയിലാണ് താൽക്കാലിക സ്റ്റേ. ഫ്രാൻസിലെത്തിയാൽ താമസിക്കാൻ ഒരിടം ഇല്ലാത്ത എന്നുള്ള ഇയാളുടെ വാദം തള്ളിക്കളഞ്ഞ കോടതി പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണ്ടി ഇയാളെ നാടുകടത്തുന്നത് താൽക്കാലികമായി തടയുകയായിരുന്നു. ഈ കേസിൽ താൽക്കാലിക സ്റ്റേ നിലവിൽ വന്നതോടെ നാടുകടത്തലിന് വിധേയരാകുന്ന മറ്റുള്ളവരും സമാനമായ വാദങ്ങൾ ഉയർത്തി ബ്രിട്ടനിൽ തുടരാൻ ശ്രമിക്കുമോ എന്ന ആശങ്ക ശക്തമായിട്ടുണ്ട്. ഇയാൾക്ക് ഫ്രാൻസിൽ അഭയത്തിന് അപേക്ഷിക്കാമായിരുന്നു എന്നും ഹോം ഡിപ്പാർട്ട്മെന്റ് അഭിഭാഷകൻ വാദിച്ചു. ഇയാൾ ആധുനിക കുടിയേറ്റത്തിന്റെ ഇരയാണെന്ന വാദം തള്ളിക്കളഞ്ഞ ഹോം ഓഫീസ് ഉദ്യോഗസ്ഥർ ഇയാൾക്ക് പരാതി നൽകുവാനുള്ള അവകാശമുണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നു. ജാഗ്വാർ ലാൻഡ് റോവർ കാർ നിർമ്മാണം നിർത്തി. സൈബർ ആക്രമണത്തെ തുടർന്ന് ബ്രിട്ടനിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ ജാഗ്വാർ ലാൻഡ് റോവർ അവരുടെ കാർ നിർമ്മാണം നിർത്തിവെച്ചു. സെപ്റ്റംബർ 24 വരെ പ്രശ്ന പരിഹാരത്തിനായി പ്ലാന്റുകൾ അടച്ചിടുമെന്ന് കമ്പനി അറിയിച്ചു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥയിലുള്ള JLRൽ ഹാക്കർമാർ സിസ്റ്ററിൽ നുഴഞ്ഞുകയറിയതായും കണ്ടെത്തിയത്. ഇതിനെ തുടർന്നാണ് കാർ നിർമ്മാണം നിർത്തിവെച്ചത്. ചില ഡാറ്റകളെ ഈ ആക്രമണം ബാധിച്ചിട്ടുണ്ട് എന്നും കമ്പനി സ്ഥിരീകരിച്ചു. ഈ മാസം ആദ്യം ആരംഭിച്ച ഈ സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള അന്വേഷണം തുടരുന്നതിനാലാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതെന്നും കമ്പനി വ്യക്തമാക്കി. കുട്ടികൾക്ക് ബോളിവുഡ് ഡാൻസിൽ താല്പര്യമുണ്ടോ? നിങ്ങളുടെ കുട്ടികൾക്ക് ബോളിവുഡ് ഡാൻസിൽ താല്പര്യമുണ്ടോ? അവരുടെ ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും നിങ്ങൾ ശ്രദ്ധാലുവാണോ? എങ്കിൽ അവർക്കായി കെന്റിലെ ജില്ലിംഗ്ഹാമിൽ വുഡ്ലാൻഡ്സ് അക്കാദമിയിൽ ഈ സെപ്റ്റംബർ 21 മുതൽ എല്ലാ ഞായറാഴ്ചയും 12 മണിക്ക് ഡാൻസ് ക്ലാസുകൾ ആരംഭിക്കുന്നു. 7 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് ബോളി ബീറ്റ് ഡാൻസ് ഫിറ്റ്നസ് ഫൗണ്ടർ രതീഷിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ക്ലാസുകൾ നടക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 07442669185 എന്ന നമ്പറിലും 07478428555 എന്നീ നമ്പറുകളിലും വിളിക്കുക. ഇനി USA കാനഡ വാർത്തകളിലേക്ക്. ട്രംപ് ആവശ്യപ്പെട്ടു പലിശ നിരക്ക് കുറച്ച് ഫെഡ് ബോർഡ്. അടിസ്ഥാന പലിശ നിരക്ക് 0.25% വെട്ടിക്കുറച്ച് US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ്. ഇതോടെ US-ലെമ്പാടും 4.25 മുതൽ 4.5% നിന്ന് പലിശ നിരക്ക് 4 മുതൽ 4.25% കുറഞ്ഞു. US-ൽ വാഹന, വ്യക്തിഗത, വിദ്യാഭ്യാസ വായ്പാ പലിശയും ക്രെഡിറ്റ് കാർഡ് പലിശയും കുറയാൻ സഹായിക്കുന്നതാണ് തീരുമാനം. ഒന്നിനെതിരെ 11 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഫെഡ് ബോർഡ് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. 2024 ഡിസംബറിൽ 25 ബേസിസ് പോയിന്റുകൾ കുറച്ചതിനു ശേഷം ഇത് ആദ്യത്തെ ഫെഡ് നിരക്ക് കുറയ്ക്കലായിരുന്നു. ഫെഡറൽ ഫണ്ട് നിരക്കിന്റെ ലക്ഷ്യപരിധി 0.5% പോയിന്റ് കുറച്ച് 4 മുതൽ 4.25% കമ്മിറ്റി തീരുമാനിച്ചു. ഫെഡറൽ ട്രഷറി സെക്യൂരിറ്റികൾ, ഏജൻസി കടം, ഏജൻസി മോർഗേജ് പിന്തുണയുള്ള സെക്യൂരിറ്റികൾ എന്നിവയുടെ ഹോൾഡിംഗുകൾ കുറയ്ക്കുന്നത് തുടരുമെന്ന് സെൻട്രൽ ബാങ്ക് കൂട്ടിച്ചേർത്തു. 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായത്. പലിശ നിരക്ക് വെട്ടിക്കുറയ്ക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. കാനഡയിലെ താൽക്കാലിക താമസക്കാരെ ജനസംഖ്യയുടെ 5% താഴെയാക്കുമെന്ന് മാർക്ക് കാർണി. കാനഡയിൽ ഇന്ത്യക്കാരടക്കം താൽക്കാലിക താമസക്കാരുടെ എണ്ണം കൂട്ടത്തോടെ വെട്ടിനിരത്തുമെന്ന ഭീഷണിയുമായി പ്രധാനമന്ത്രി മാർക്ക് കാർണി. 2027 അവസാനത്തോടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രാജ്യത്തെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം ജനസംഖ്യയുടെ 5% താഴെയാക്കുമെന്ന് മാർക്ക് കാർണി മുന്നറിയിപ്പ് നൽകി. കുതിച്ചുയരുന്ന അവസര നിഷേധങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ ബാധിച്ചു എന്ന് അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തിനായുള്ള ആഗോള പ്ലാറ്റ്ഫോമായ PI റിപ്പോർട്ട് ചെയ്തു. ഇതിനുള്ള പ്രതികരണമായാണ് കാർണിയുടെ പരാമർശങ്ങൾ. തന്റെ സർക്കാർ കാനഡയുടെ കുടിയേറ്റ നിരക്കുകൾ സുസ്ഥിര നിലവാരത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് ആൽബർട്ട പ്രവിശ്യയുടെ തലസ്ഥാനമായ എഡ്മണ്ടിൽ ബുധനാഴ്ച ലിബറൽ പാർട്ടി കോക്കസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കാർണി പ്രഖ്യാപിച്ചു.
2027 അവസാനത്തോടെ കാനഡയിലെ ജനസംഖ്യയുടെ മൊത്തം താൽക്കാലിക തൊഴിലാളികളുടെയും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും എണ്ണം 5% താഴെയാക്കുമെന്നും കർണി പറഞ്ഞു. 2025 രണ്ടാം പാദത്തിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ 5-ൽ 4 പേരുടെ അപേക്ഷകൾ നിരസിക്കപ്പെട്ടതായി കുടിയേറ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അഭിഭാഷക പിന്തുണയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ബോർഡർ പാസ് റിപ്പോർട്ട് ചെയ്തു. കാനഡയിൽ സാങ്കേതിക പ്രോസസ്സിംഗ് കാരണം വിസ നിരസിക്കൽ കൂടുന്നു. കാനഡയിൽ സാങ്കേതിക സംവിധാനം വഴിയുള്ള വിസ പ്രോസസ്സിംഗ് കാരണം വിസ നിരസിക്കൽ കൂടുന്നത് ആശങ്കയുളവാക്കുന്നതായി നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അപേക്ഷകർ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുന്നുണ്ടെന്നും കുടിയേറ്റ നിയമവ്യവസ്ഥർ പറഞ്ഞു. IRCC ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് വിസ നിരസിക്കൽ വർദ്ധിക്കുന്നതിനുള്ള കാരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. IRCC കമ്പ്യൂട്ടർ സഹായത്തോടെയാണ് അപേക്ഷകർ വേഗത്തിൽ പ്രോസസ് ചെയ്യുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. എന്നാൽ അന്തിമ തീരുമാനം കമ്പ്യൂട്ടർ അല്ല, ഉദ്യോഗസ്ഥരാണ് എടുക്കുന്നതെന്നും അവർ പറയുന്നു. നിരസിക്കപ്പെട്ട അപേക്ഷകർക്ക് വിശദമായ മറുപടി നൽകുന്നുണ്ടെന്നും വകുപ്പ് വ്യക്തമാക്കി. മാധ്യമങ്ങളെയും ചെൽപ്പടിക്ക് നിർത്തി ഡൊണാൾഡ് ട്രംപ്. ബുധനാഴ്ച US-ലെ ഏറ്റവും ജനപ്രിയവും സ്വാധീനമുള്ളതുമായ രാത്രികാല ഷോകളിൽ ഒന്ന് താൽക്കാലികമായി നിർത്തിവെക്കാൻ ABC തീരുമാനിച്ചത് ഡൊണാൾഡ് ട്രംപിനും പാർട്ടിക്കും ലഭിച്ച വിജയമായി. ചാർലി കിർക്കിന്റെ കൊലയാളിയെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാഗ പ്രസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്ന വിവാദ പരാമർശങ്ങളുടെ പേരിൽ ജിമ്മി കിമ്മൽ ലൈവ് ടോക്ക് ഷോയുടെ സംപ്രേഷണം ABC ബുധനാഴ്ച മുതൽ അനിശ്ചിതമായി നിർത്തിവെച്ചു. കഴിഞ്ഞയാഴ്ച കൊല്ലപ്പെട്ട വലതുപക്ഷ പ്രവർത്തകൻ ചാർലി കിർക്കിനെതിരായ വിമർശനങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഡൊണാൾഡ് ട്രംപും സഖ്യകക്ഷികളും ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഈ നടപടി. കിർക്കിന്റെ കൊലപാതകത്തിന് പിന്നിലെ ഉദ്ദേശങ്ങളെക്കുറിച്ചും സംഭവത്തോടുള്ള പ്രസിഡന്റിന്റെ പ്രതികരണത്തെക്കുറിച്ചും അവതാരകൻ ജിമ്മി കിമ്മൽ നടത്തിയ പരാമർശങ്ങളെ ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചതിനെ തുടർന്ന് ജിമ്മി കിമ്മലിന്റെ ഷോ അനിശ്ചിതമായി സംപ്രേഷണം നിർത്തിവെച്ചു. US-ലുടനീളമുള്ള ഡസൻ കണക്കിന് പ്രാദേശിക ABC സ്റ്റേഷനുകളുടെ ഉടമസ്ഥതയിലുള്ള സിൻക്ലെയർ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് അറിയിച്ചതാണിത്. ഈ നീക്കത്തെ സ്വാഗതം ചെയ്ത ട്രംപ് അതിനെ അമേരിക്കയ്ക്കുള്ള മഹത്തായ വാർത്ത എന്ന് പ്രശംസിച്ചു. ഒക്ടോബർ 14 ദേശീയ അനുസ്മരണ ദിനമാക്കും. ചാർലി കിർക്കിന്റെ ജന്മദിനമായ ഒക്ടോബർ 14 കിർക്കിന്റെ അനുസ്മരണ ദിനമായി ആദരിക്കുന്നതിനായി നിർദ്ദേശിച്ച് റിപ്പബ്ലിക്കൻ നിയമസഭാംഗങ്ങൾ. കോൺഗ്രസ് അംഗം ജിമ്മി പാട്രോണിസും സെനറ്റർ റിക് സ്കോട്ടും ഉൾപ്പെടെയുള്ള നിയമനിർമ്മാതാക്കൾ ദേശീയ അനുസ്മരണ ദിനം വഴി ചാർലി കിർക്കിന്റെ ജീവിതത്തെയും പൈതൃകത്തെയും ആദരിക്കണമെന്നും നിർദ്ദേശിക്കുന്ന പ്രമേയം അവതരിപ്പിച്ചു. കാനഡയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പിടിച്ചെടുക്കുമെന്ന ഭീഷണിയുമായി ഖാലിസ്ഥാനി സംഘടന. കാനഡയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഉപരോധിക്കുമെന്ന ഭീഷണിയുമായി US ആസ്ഥാനമായുള്ള ഖാലിസ്ഥാനി സംഘടനയായ 6 for Justice വാൻകൂവറിലെ ഇന്ത്യൻ കോൺസുലേറ്റ് വ്യാഴാഴ്ച ഉപരോധിക്കുമെന്നാണ് SFJ ഭീഷണി മുഴക്കിയത്. വാൻകൂവറിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ 12 മണിക്കൂർ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് സംഘടന അറിയിച്ചു. ഉപരോധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കോൺസുലേറ്റിലേക്ക് ആരും എത്തരുതെന്നും ആവശ്യക്കാർ മറ്റൊരു തീയതി തിരഞ്ഞെടുക്കണമെന്നും ഖലിസ്ഥാനി സംഘടന അറിയിച്ചു. 1 വർഷത്തിലേറെ നീണ്ട അകൽച്ചയ്ക്കു ശേഷം ഇന്ത്യയും കാനഡയും നയതന്ത്ര ബന്ധം പുനരാരംഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച ഘട്ടത്തിലാണ് വാൻകൂവറിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഉപരോധിക്കുമെന്ന ഭീഷണിയുമായി SFJ രംഗത്തു വന്നത്. US-ൽ വീണ്ടും വെടിവയ്പ്, 3 പോലീസ് ഉദ്യോഗസ്ഥർ ജീവൻ വെടിഞ്ഞു. US-ലെ തെക്കൻ പെൻസിൽവേനിയയിൽ ബുധനാഴ്ച ഉണ്ടായ വെടിവയ്പിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. 2 പേർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമിയെന്ന് സംശയിക്കപ്പെടുന്ന ആളും പോലീസിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഗുരുതരാവസ്ഥയിലുള്ള 2 പേർ ചികിത്സയിൽ തുടരുകയാണ് എന്ന് യോർക്ക് ആശുപത്രി അറിയിച്ചു. മേരിലാൻഡ് ലൈനിനടുത്ത് ഫിലാഡൽഫിയയ്ക്ക് പടിഞ്ഞാറ് 185 കിലോമീറ്റർ അകലെയുള്ള നോർത്ത് കോഡോറോസ് ടൗൺഷിപ്പ് പ്രദേശത്താണ് വെടിവയ്പ് ഉണ്ടായതെന്ന് പെൻസിൽവാനിയ സ്റ്റേറ്റ് പോലീസ് കമ്മീഷണർ ക്രിസ്റ്റഫർ പാരിസ് പറഞ്ഞു. പോലീസിന്റെ വെടിയേറ്റാണ് അക്രമി കൊല്ലപ്പെട്ടതെന്ന് സംസ്ഥാന പോലീസ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിച്ചു. കാൽഗറി ബോംബ് ഭീഷണിയിൽ ഇടപെട്ട നോറാഡിനെ പ്രശംസിച്ച് കാനഡ. കാൽഗറി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുണ്ടായ സുരക്ഷാ ഭീഷണിയിൽ തക്ക സമയത്ത് ഇടപെട്ട ഉത്തര അമേരിക്കൻ വ്യോമ പ്രതിരോധ കമാൻഡ് നോറാഡിനെ പ്രശംസിച്ച് കാനഡയുടെ പ്രതിരോധ മന്ത്രി ഡേവിസ് മക്വിറ്റി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ജർമ്മനിയിൽ നിന്ന് കാൽഗറിലേക്ക് പറക്കുകയായിരുന്ന 3 വിമാനങ്ങളിൽ ബോംബ് ഭീഷണിയുണ്ട് എന്ന് വിവരം ലഭിക്കുകയായിരുന്നു. വിമാനങ്ങൾ സുരക്ഷിതമായി കാൽഗറി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കി പോലീസ് നടത്തിയ പരിശോധനയിൽ ഭീഷണികൾ വ്യാജമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. CF-18, F-15 യുദ്ധവിമാനങ്ങൾ, മറ്റ് സഹായ വിമാനങ്ങൾ എന്നിവ അടിയന്തര നടപടികൾക്കായി സജ്ജമായിരുന്നു എന്ന് നോറാഡ് പ്രസ്താവനയിൽ അറിയിച്ചു. നോറാഡ് തങ്ങളുടെ ചുമതല അതീവ കാര്യക്ഷമമായി നിർവഹിച്ചു എന്ന് പ്രതിരോധ മന്ത്രി ഡേവിഡ് മക്വിറ്റി പറഞ്ഞു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 119.81 ഇന്ത്യൻ രൂപ. 1 US ഡോളർ 88.07 ഇന്ത്യൻ രൂപ. 1 യൂറോ 103.89 ഇന്ത്യൻ രൂപ. 1 പൗണ്ട് 1.36 US ഡോളർ. 1 കനേഡിയൻ ഡോളർ 63.85 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേള. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897.
Indian cell number 918921120509 or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. യു എയിലെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീറിന് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഓർഡർ ഓഫ് സായിദ് സെക്കൻഡ് ഫസ്റ്റ് ക്ലാസ് ബഹുമതി നൽകി ആദരിച്ചു. ഇന്ത്യയും യു എയും തമ്മിലുള്ള സഹകരണവും സമഗ്രമായ നയതന്ത്ര ബന്ധവും ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം. അബുദാബിയിൽ നടന്ന ചടങ്ങിൽ യു എ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ സ്ഥാനപതിക്ക് ബഹുമതി കൈമാറി. ഇന്ത്യയും യു എയും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധത്തിന്റെ ആഴം ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ എടുത്തു പറഞ്ഞു. ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ സഞ്ജയ് സുധീർ വഹിച്ച പങ്ക് അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു. സൗദി അറേബ്യയും പാകിസ്ഥാനും പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ്, സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ചാണ് കരാറിൽ ഒപ്പിട്ടത്. വർഷങ്ങളായുള്ള ചർച്ചകളുടെ പരിസമാപ്തിയാണ് ഈ കരാറെന്നും ഒരു മുതിർന്ന സൗദി ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിന്റെ വശങ്ങൾ വികസിപ്പിക്കുന്നതിനും ഏതെങ്കിലും ആക്രമണത്തിനെതിരെ സംയുക്ത പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിടുന്നു എന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഒരു പ്രസ്താവന പറഞ്ഞു. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയ വിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 23.47 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 23.97 ഇന്ത്യൻ രൂപ, ഒരു കുവൈറ്റി ദിനാർ 288.51 ഇന്ത്യൻ രൂപ, ഒരു ഒമാനി റിയാൽ 228.72 ഇന്ത്യൻ രൂപ. കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പേജിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിന്റെ മരിച്ചുപോയ അമ്മയുടെയും AI വീഡിയോ ഒഴിവാക്കണമെന്ന് പട്ന ഹൈക്കോടതി ആവശ്യപ്പെട്ടു. വിവേകാനന്ദ് സിംഗ് സമർപ്പിച്ച ഹർജിയിൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് PB ബൈജത്രിയാണ് ഉത്തരവിട്ടത്. കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാർ, ഇലക്ഷൻ കമ്മീഷൻ എന്നിവരെയും എതിർകക്ഷികളാക്കിയിരുന്നു. വീഡിയോ ഉടനടി പിൻവലിക്കാൻ ഉത്തരവ് വിട്ടതിനൊപ്പം രാഹുൽ ഗാന്ധി ഫേസ്ബുക്ക്, എക്സ്, ഗൂഗിൾ എന്നിവർക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ സിദ്ധാർത്ഥ് പ്രസാദ് PTAയോട് കാര്യം വ്യക്തമാക്കി. ഇനി സ്പോർട്സ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളിന് വിജയത്തുടക്കം. കരുത്തോടെ പോരാട്ടത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ വീഴ്ത്തിയാണ് ലിവർപൂൾ വിജയം പിടിച്ചെടുത്തത്. 2-3 ഗോളുകൾക്കാണ് ലിവർപൂൾ അത്ലറ്റിക്കോയെ തകർത്തത്. സ്റ്റോപ്പേജ് ടൈമിൽ വിർജിൽ വാൻ ഡൈക്ക് നേടിയ ഹൈഡർ ഗോളാണ് ദി റെഡ്സിന് വിജയം സമ്മാനിച്ചത്. 6 മിനിറ്റിനുള്ളിൽ 1 അസിസ്റ്റും 1 ഗോളും നേടി സൂപ്പർ താരം മുഹമ്മദ് സലാലയും ലിവർപൂളിന് വേണ്ടി തിളങ്ങി. അത്ലറ്റിക്കോയുടെ 2 ഗോളുകളും നേടിയ മാർക്സ് ലോറന്റാണ് താരം. ഈ ബുള്ളറ്റിംഗിന്റെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.